ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? 2 ദിവസമായി വീഡിയോ ഇട്ടിട്ട് ഇന്നൊരു ചെറിയ വീഡിയോ ഇടാമെന്ന് വിചാരിച്ച് വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നിടാൻ പോകുന്നത് ചെറിയൊരു മത്തിക്കറിയാണ്. അപ്പോൾ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പുളി, ഇഞ്ചി, കറിവേപ്പില ഇതെല്ലാം ചതച്ച് വെച്ചേക്കുകയാണ്. മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പെരിഞ്ജീരകപ്പൊടി, ഉലുവപ്പൊടി, ഇത് മൂന്നൂടെ പൊടിച്ച പൊടിയാണ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ മത്തിച്ചേട്ടനെ കഴുകി വരഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് ചെയ്യാനായിട്ട് ഞാൻ 2 വാഴയില എടുത്തിട്ടുണ്ട്. വാഴയില ചട്ടിയിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കണം. വെച്ച് കൊടുത്തതിന് ശേഷം ഒരു വാഴയില ഫസ്റ്റ് വെച്ച്, അത് കഴിഞ്ഞ് സെക്കൻഡ് വാഴയില ചട്ടിയിലോട്ട് വെച്ചതിന് ശേഷം നമുക്ക് ഈ മത്തിയിലോട്ട് ഇതിൽ ഞാനൊരു 2-3 മത്തി എടുത്ത് മാറ്റിയാണ് എൻ്റെ ടെഡിക്കുട്ടിക്ക് കൊടുക്കാനായിട്ട്. 3 മത്തി എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ആദ്യം ഈ ചെറിയ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ചെറിയ ഉള്ളി കറിക്കൊക്കെ ഇടുന്നത് നല്ല ടേസ്റ്റ് കൂട്ടുമെന്നാണ് പറയുന്നത്. വെളുത്തുള്ളി ഇട്ട്, ഇഞ്ചി ഇട്ട്, കറിവേപ്പില ഇട്ട്, കറിവേപ്പിലയ്ക്ക് ഉണ്ടോ പച്ച കളറല്ല, അത് ചെറിയൊരു മഞ്ഞ കളറ് പോലെ, അത് കാരണം ഞാൻ അതിൽ നിന്ന് എടുക്കത്തില്ല, പക്ഷേ ഇപ്പം ഞാൻ എടുത്ത്. അത് കഴിഞ്ഞ് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇട്ട് കൊടുത്ത് മല്ലിപ്പൊടി, കുരുമുളക് പൊടി എല്ലാം അങ്ങോട്ട് തട്ടിയിട്ട് കുറച്ച് ഉപ്പുനീര് ഒഴിച്ച് കൊടുക്കണം. കുറച്ച് ഉപ്പുനീര് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അങ്ങോട്ട് നല്ലതുപോലെ 10 മിനിറ്റ് അങ്ങോട്ട് തടവി കൊടുക്കണം. ഇതെല്ലാം നല്ല തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കണം. വരഞ്ഞ് വെച്ച മത്തിയിലോട്ട് ഈ അരപ്പെല്ലാം കയറി സെറ്റാവട്ടെ. സെറ്റായി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓരോ മത്തി എടുത്ത് നമുക്ക് ഈ വാഴയിലയിലോട്ട് വെച്ച് കൊടുക്കണം. അങ്ങനെ മത്തിയെല്ലാം വാഴയിലോട്ട് അടുക്കി. അത് കഴിയുമ്പോൾ നമുക്ക് ഈ അരപ്പെല്ലാം കൂടി മത്തിയുടെ മണ്ടയിലോട്ട് വെച്ച് കൊടുക്കണം. അങ്ങനെ മത്തിയുടെ മണ്ടയിലോട്ട് നമ്മൾ ഈ അരപ്പെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം ഈ അരപ്പുണ്ടാക്കിയ ചട്നി നമ്മളങ്ങോട്ട് കഴുകി ഇതിലോട്ട് ഒഴിച്ച് കൊടുത്ത് അതിന് ശേഷം നമ്മൾ സ്റ്റൗ കത്തിക്കുന്നു. അടുപ്പിലോട്ട് വെച്ച് സ്റ്റൗ കത്തിക്കുകയാണ്. സ്റ്റൗ കത്തിച്ച് ഇതങ്ങോട്ട് മൂടിക്കൊടുക്കണം. മൂടിക്കൊടുത്ത് മൂടിക്കൊടുത്തതിന് ശേഷം നമുക്ക് ആ ചട്ടി ഒരെണ്ണെടുത്ത് അതിൻ്റെ മണ്ടയ്ക്ക് വെക്കണം. മണ്ടയ്ക്ക് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് കഴിയുമ്പം നല്ല തിളച്ച നല്ല വാഴയിലയുടെയും